നമുക്ക് ഈ ബോക്സ് വെച്ചിട്ട് ഒരു ഫ്ലവർ വേസ് ചെയ്തെടുത്താലോ? അപ്പം ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു നീളത്തിലുള്ള ബോക്സാണ് എടുത്തത്. ഇങ്ങനത്തെ ബോക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ബോക്സിന്റെ ഒരു ഭാഗം ഞാനിതാ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാർക്കർ വെച്ചിട്ട് ഒന്നും കൂടി അതിന്റെ മുകളിൽ വരച്ചെടുക്കുകയാണ്. മാർക്കർ കൊണ്ട് വരച്ചെടുത്ത ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ദാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ബോക്സിന്റെ 3 ഭാഗവും ഇത് വെച്ചിട്ട് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ 4 ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോ പീസുകളും ദാ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഇതേപോലെ വെച്ചതിന് ശേഷം സെല്ലോ ടാപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഗ്യാപ്പ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെറിയ സെല്ലോ ടാപ്പിന്റെ കഷ്ണം എടുത്തിട്ട് ഒട്ടിക്കണത്. ഇനി ഇതാ ഇതേപോലെ 2 എണ്ണത്തിലും നേരെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ 2 ഭാഗങ്ങളും ഒന്നിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2 ഭാഗത്തു നിന്നും ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് പുറത്തു കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് ഈ ഗ്യാപ്പ് വരുന്ന 4 ഭാഗങ്ങളിലും ഇതേപോലെ ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതൊക്കെ ഒട്ടിച്ചു വരുമ്പോഴത്തേക്കും ഇതാ ഇതേപോലെ ഒരു ഷേപ്പിൽ നമുക്ക് ഇത് കിട്ടും. ഇനി ഇതിന്റെ അടിയിലുള്ള ഈ തുറന്നെടുക്കണ ഭാഗത്തിന് നമുക്കൊരു പീസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. കാർഡ്ബോർഡ് വെച്ചിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിയിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുത്തത്. കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെ ഞാനിവിടെ കുറച്ച് പീസുകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിന്റെ മുകളിലേക്ക് ഓരോന്നായിട്ട് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അത് ഇതാ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. 2 ലെയർ ആയിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. ഇനി പശയും വെള്ളവും വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം കവർ ചെയ്തെടുക്കണം. ഇതാ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബ്ലാക്ക് പെയിന്റ് വെച്ചിട്ട് കളർ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ വേറെ ഏതെങ്കിലും കളർ കൊടുക്കണമെന്ന് കമൻറ്റ് ചെയ്യുക.